അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? എല്ലാരും അനീഷിന് അഗെയിൻസ്റ്റ് കളിക്കാൻ നോക്കുന്നു. അത് നടക്കുവോ? നമ്മൾ ഇത്ര നാളത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള പരിചയമുള്ള ആൾക്കാരല്ലേ? അത് നടക്കുവോ? അതിലെപ്പോഴും ബാക്ക് ഫയർ ആവുന്നല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. സീസൺ 2, സീസൺ 4. അപ്പം അത് ഇനി എനിക്ക് തോന്നുന്നില്ല അത് ചെയ്യുന്നവര് ബുദ്ധിയുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസ് ഓട്ടോമാറ്റിക്കലി അനീഷിന്റെ കൂടെ പോകും. അനീഷ് എന്ത് പൊട്ടത്തരം പറഞ്ഞാലും, ഇപ്പൊ ജിൻഡോന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്ത് കാര്യം പറഞ്ഞാലും അതിൽ നമ്മൾ ഒരു സെന്റിമെന്റ്സ് കണ്ടുപിടിക്കാൻ നോക്കും. അത് സത്യമാവണമെന്നില്ല. ആ കാര്യം വെറും ഒരു അനീഷിന്റെ ഒരു റീസൺ ആവാം. പക്ഷെ അതിൽ നമുക്ക് സത്യാവസ്ഥ കാണാൻ തുടങ്ങും. നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. സെന്റിമെന്റ്സ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും, ഇമോഷണൽ അറ്റാച്ച്മെന്റ്. അത് വരുത്താതിരിക്കുക, ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക. ഇന്ന് കുറെ പേര് ഇന്ന് സംസാരിക്കും, അയാളെ കുറിച്ച് കുറ്റം പറയും, അയാളെ അവോയ്ഡ് ചെയ്യും. പക്ഷെ ഇന്ന് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഷാരികയും ആര്യനുമായിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ട്. അവരിങ്ങനെ ടാസ്ക് അല്ല, അവരൊരു ഗെയിം കളിക്കായിരുന്നു. ഒന്നുമല്ല, ഹോട്ട് സീറ്റ്. ഷാരിക ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ ആര്യനാണ് അവിടുത്തെ ഗസ്റ്റ്. അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പം ഷാരിക എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധാരണ, അതുപോലത്തെ ഒരു സീൻ ഉണ്ടാക്കാൻ നോക്കുവാണ്. ക്രിയേഷൻ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ക്രിയേറ്റിവിറ്റി. അത് നടന്നുകൊണ്ടിരിക്കെ ഇറ്റ് വാസ് ഗോയിങ് വെൽ. ഞാൻ വിചാരിച്ചു ഓക്കെ, ശരിക്കൊരു ഹോട്ട് സീറ്റ് ഫീൽ വരുന്നുകൊണ്ടിരിക്കുന്ന ഇടക്കാണ് അനീഷ് കയറിയിട്ട് അവിടെ കാര്യം സംസാരിക്കുക. എന്താ ഷാരിക ഫേക്ക് ആണ്, ഷാരിക ഇത് ഒന്നും അറിയാതെയാണ് ചോദിക്കുന്നത്. അനീഷ്, അവിടെ ഒരു ശരിക്കുള്ളൊരു ആക്ട് അല്ലായിരുന്നു അത്. അത് ജസ്റ്റ് ഒരു അവര് ഇനാക്ട് ചെയ്യുവാണ് എന്താണ് ചെയ്യാൻ പോകുന്നത്. അതിൽ കയറിയിട്ട് എന്തിനാണ് ഒരു സീൻ ഉണ്ടാക്കാൻ നോക്കിയത്? അതുകൊണ്ട് എന്താ ഉണ്ടായത്? അതുകൊണ്ട് അനീഷ് തന്നെ അവിടെ പോയത്. അതിൽ അവര് പഠിച്ചു. അവര് പഠിച്ചു, ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. അതിൽ അവര് ഹാൻഡിൽ ചെയ്ത് എങ്ങനെയാ? ശരി ഓക്കെ ഡിസ്പേഴ്സ് അവര് ഒരു നിമിഷം കൊണ്ട് അവർ ഡിസ്പേഴ്സ് ആയി. ഒരു ടോപ്പിക് ചേഞ്ച് ചെയ്തു, അവരുടെ ആയി. അനീഷിന് അവിടെ എന്താ ഉണ്ടായേ? എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ കണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലായി ഇത് എന്തുവാണ്, അനീഷ് ഇതിനവിടെ പോയി എന്തിനാ ഇത് ഉണ്ടാക്കിയത്? നന്നായിട്ട് പോകുന്നൊരു കാര്യം. എല്ലാരും എന്തൊക്കെയോ ടാലന്റ് കാണിക്കുവാണ്, അവരുടെ സ്വന്തം ടാലൻസ് പുറത്തെടുക്കുവാണ്. അപ്പൊ അതിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക് കൊണ്ടുവരാ? ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് നമുക്കൊരു ജെന്യൂനിറ്റി തോന്നണ്ടേ പറയുന്ന കാര്യത്തിന്? ഒന്നും ഉണ്ടായില്ല. അനീഷിന്റെ മെയിൻ ടാർഗറ്റ് ഇപ്പൊ ഷാരികയാണ്. അപ്പൊ ഷാരിക ആണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഷാരിക വെരി സ്മാർട്ടാണ്, വെരി സ്മാർട്ട് ലേഡിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അവരന്നേരം ഹാൻഡിൽ ചെയ്ത് കൂളായിട്ട് അത് ഡിസ്പേഴ്സ് ചെയ്ത് പിന്നെയും തിരിച്ചവര് അവരുടെ ഗെയിമിലേക്ക് വന്നു എന്നുള്ള വേറെ കാര്യം. പക്ഷെ അവിടെ പ്രശ്നം പറ്റുന്നതാണ്. അപ്പൊ അനീഷിന് അവിടെ പാളിപ്പോയി. അപ്പൊ ഓഡിയൻസിനും അത് വരുന്നത് മനസ്സിലാവും. ഇനി അങ്ങോട്ട് പോകുന്നു. അതാണ് ഇതൊരു ചെറിയ